Dear students, all of you are welcome to Botany online class. In the previous class, we learned about gamete formation. Today, we are going to learn about the next stage of pre-fertilization event, that is gamete transfer. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ ഗാമേറ്റ് ഫോമേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ഗാമേറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. In a majority of organisms, male gamete is motile and the female gamete is stationary. But in algae and fungi, both are motile. There is a need for a medium through which the male gametes move. In several simple plants like algae, bryophytes and pteridophytes, water is the medium through which this gamete transfer takes place. A large number of male gametes, however, fail to reach the female gametes. To compensate this, the loss of male gamete during transport, the number of male gametes produced is several thousand times the number of female gametes produced. അതായത് മിക്കവാറും എല്ലാ ജീവികളിലും മെയിൽ ഗ്യാമേറ്റ് മോട്ടയിലും ഫീമെയിൽ ഗ്യാമേറ്റ് സ്റ്റേഷണറിയുമായിരിക്കും. അതായത് ചലനശേഷിയുള്ളത് മെയിൽ ഗ്യാമേറ്റിനാണ്, എന്നാൽ ഫീമെയിൽ ഗ്യാമേറ്റിന് ചലിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും. എന്നാൽ ചില ആൽഗകളിലും ഫംഗസുകളിലും ഫീമെയിൽ ഗ്യാമേറ്റും മെയിൽ ഗ്യാമേറ്റും മോട്ടയിലാണ്. ഇനി ഈ ഗ്യാമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് ഒരു മീഡിയം ആവശ്യമാണ്. ആൽഗകളിലും ബ്രയോഫൈറ്റ്സിലും ടെറഡോഫൈറ്റ്സിലും മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് വെള്ളത്തിലൂടെയാണ്, അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റ്സ് വെള്ളത്തിലേക്കാണ് വർഷിക്കപ്പെടുന്നത്. മെയിൽ ഗ്യാമേറ്റിൻ്റെ ട്രാൻസ്ഫർ വെള്ളത്തിലൂടെ ആയതുകൊണ്ട് ഗ്യാമേറ്റ് ലോസ് കൂടുതലായിരിക്കും. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ്സ് ഇങ്ങനെ വെള്ളത്തിലേക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് ഗ്യാമേറ്റിൻ്റെ ആവശ്യകതയുണ്ട്, കാരണം കുറേയൊക്കെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ വേണ്ടി ധാരാളം മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫീമെയിൽ ഗ്യാമേറ്റ്സിൻ്റെ എണ്ണത്തിൻ്റെ 1000 ഇരട്ടിയോളം മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. In angiosperms, pollen grains are transferred to stigma by a special mechanism called pollination. ഇനി സീഡഡ് പ്ലാന്റ്സിൽ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ കളക്റ്റീവ്ലി കാൾഡ് ആൻജിയോസ്പേംസ്. അപ്പോൾ ഇവിടെ ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ആന്തേഴ്സിൽ അല്ലേ. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തുന്ന പ്രോസസ്സ്, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. In angiosperms, pollen grains are transferred to stigma by a special mechanism called pollination. Pollen grains germinate on the stigma and the pollen tube carries male gamete, reach the ovule and discharge male gamete near the egg. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലിരുന്ന് വളരും, അതായത് പോളൻ ട്യൂബായിട്ട് വളർന്ന് സ്റ്റൈലിലൂടെ താഴേക്ക് വന്ന് ഓവറിക്കകത്ത് പ്രവേശിക്കും. ഓവറിക്കകത്താണ് എഗ് ഉള്ളത്. Successful transfer and coming together of gamete is essential for the most critical event in sexual reproduction, that is the fertilization. അപ്പോൾ ഗ്യാമേറ്റിൻ്റെ ട്രാൻസ്ഫറും അതുപോലെ മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ ഫ്യൂഷനും ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളിനേഷൻ, പ്ലാന്റ്സിലാണെങ്കിൽ പോളിനേഷൻ കഴിഞ്ഞാൽ
അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷനാണ്. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷനെ കുറിച്ച് നോക്കാം. ദ മോസ്റ്റ് വൈറ്റൽ ഇവൻറ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, that is the fusion of gamete, and this process is called fertilization or syngamy. Syngamy എന്ന് പറയും. Fusion of male and female gamete is called syngamy or fertilization, and it results in the formation of a diploid zygote. Fertilization നടന്നു കഴിഞ്ഞ് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഇനി ചില ജീവികളിൽ സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്നാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, അത് യങ് വൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില ജീവികളിൽ ഫീമെയിൽ ഗാമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് ടു ഫോം ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗാമേറ്റ് ഡയറക്റ്റായിട്ട് ഒരു ഓർഗാനിസമായിട്ട് മാറും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർത്തനോജനസിസ്. What is parthenogenesis? The female gamete undergoes development to form new organism without fertilization. This phenomenon is called parthenogenesis. അപ്പോൾ അതിനെയാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹണീബി അറിയാലോ, ഹണീബി തേനീച്ച, അതുപോലെ ചില ലിസാർഡ് പല്ലിവർഗത്തിൽപ്പെട്ട ചില ജീവികൾ, ചില പക്ഷികൾ, അതിലൊക്കെ പാർത്തനോജെനസിസ് ആണ് നടക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നാണ്. വേർ ഡസ് സിംഗമി ഒക്കർ? എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഇൻ മോസ്റ്റ് അക്വാട്ടിക് ഓർഗാനിസംസ് സച്ച് ആസ് എ മെജോറിറ്റി ഓഫ് ആൽഗെ ആൻഡ് ഫിഷസ് ആസ് വെൽ ആസ് ആംഫീബിയൻ, സിംഗമി ഒക്കേഴ്സ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം, ദറ്റ് ഈസ് വാട്ടർ. External medium means water, that is outside the body of organism. This type of gametic fusion is called external fertilization. അതായത് മിക്കവാറും എല്ലാ ജലജീവികളിലും, ഇപ്പോൾ ആൽഗെ ആയാലും മത്സ്യങ്ങളായാലും ആംഫീബിയൻസ് ആയാലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. അക്വാട്ടിക് അനിമൽസ് ആവുമ്പോൾ പ്രത്യേകിച്ചും എക്സ്റ്റേണൽ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ടറാണ്. അതായത് ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് വെളിയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻ മോസ്റ്റ് അക്വാട്ടിക് ഓർഗാനിസംസ് സച്ച് ആസ് എ മെജോറിറ്റി ഓഫ് ആൽഗെ ആൻഡ് ഫിഷസ് ആസ് വെൽ ആസ് ആംഫീബിയൻസ്, സിംഗമി ഒക്കേഴ്സ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം, that is outside the body of the organism. This type of gametic fusion is called external fertilization. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിന് വെളിയിൽ വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ. അത് മിക്കവാറും എല്ലാ അക്വാട്ടിക് അനിമൽസിലും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് കാണപ്പെടുന്നത്. ഇനി ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദോസ് ഓർഗാനിസംസ് വിച്ച് എക്സിബിറ്റ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ റിലീസ് ലാർജ് നമ്പർ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ ടു ദ വാട്ടർ ടു ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് സിംഗമി. ആസ് എ റിസൾട്ട് എ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ദിസ് ഹാപ്പൻസ് ഇൻ ദ ബോണി ഫിഷസ് ആൻഡ് ഫ്രോഗ്സ്. അതായത് ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ജീവികളിൽ ധാരാളം മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം വെള്ളത്തിലല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകിപ്പോവാനും മറ്റുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ദേ റിലീസ് എ ലാർജ് നമ്പർ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ ടു ദ വാട്ടർ ടു ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് സിംഗമി.
അപ്പോൾ സിംഗമിയുടെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെ ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ഗ്യാമേറ്റ്സ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധാരാളം ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മിക്കവാറും മത്സ്യങ്ങളിലും ഫ്രോഗിൻ്റെ കേസിലുമൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ധാരാളം ഓസ്പ്രിങ്സ് ഉണ്ടാവും. ഇനി ഇതിനൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. എ മേജർ ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് the offsprings are extremely vulnerable to predators, threatening their survival up to adulthood. ഇങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മറ്റുള്ള ജീവികൾക്ക് ഇരയാകും. ഇപ്പോൾ മീന് മുട്ടയിട്ട് ലക്ഷക്കണക്കിന് മുട്ടകളാണ് ഒരു സമയം ഇടുന്നത്. അതെല്ലാം കൂടെ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വലിയ മീനുകൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞു മത്സ്യങ്ങളെ ആഹാരമാക്കും. അപ്പോൾ വളരെ കുറച്ചായിരിക്കും നിലനിൽക്കുന്നത്. ബാക്കി കുറേ ഭാഗം എന്ത് ചെയ്യും? മറ്റുള്ള മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് മാറും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. In many terrestrial organisms belongs to fungi, higher animals such as reptiles, birds, mammals, and in a majority of plants, syngamy occurs inside the body of organism. Hence, the process is called internal fertilization. ഇനി ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൻ്റെ കാര്യമാണ്. അതിൽ ഫംഗസുകൾ, അതുപോലെ ഉയർന്ന പടിയിലുള്ള ആനിമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ഇതെല്ലാം വരും. ഇവയിലെല്ലാം സിംഗമി നടക്കുന്നത് ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ അകത്ത് വെച്ചിട്ടാണ്. This type of gametic fusion is called internal fertilization. അപ്പോൾ ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷനെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്നും, ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് വെളിയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും പറയും. ടെറസ്ട്രിയൽ ഓർഗാനിസങ്ങളിൽ കൂടുതലും എന്ത് തന്നെയാണ് നടക്കുന്നത്? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. In all these organisms, egg is formed inside the female body where they fuse with the male gamete. In organisms exhibiting internal fertilization, the male gamete is motile and has to reach the egg in order to fuse with it. In this, even though the number of sperms produced is very large, there is a significant reduction in the number of eggs produced. In seeded plants, however, the non-motile male gametes are carried to female gamete by pollen tubes. അതായത് ഈ ഓർഗാനിസങ്ങളിലെല്ലാം തന്നെ ഫീമെയിൽ ബോഡിക്കുള്ളിൽ വെച്ചാണ് എഗ്ഗുമായിട്ട് മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ എന്താ പറയുക? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ദ മെയിൽ ഗാമേറ്റ് ഈസ് മോട്ടൈൽ ആൻഡ് ഹാസ് ടു റീച്ച് ദ എഗ് ഇൻ ഓർഡർ ടു ഫ്യൂസ് വിത്ത് ഇറ്റ്. അപ്പോൾ ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിലാണ് എഗ്ഗ് ഉള്ളത്. അപ്പോൾ മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യണം? അവിടെ എത്തണം, എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ മെയിൽ ഗാമേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോട്ടയിലാണ്. അപ്പോൾ ഈ മോട്ടയിലായിട്ടുള്ള മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നു? ഫീമെയിൽ ബോഡിയിലെത്തുകയും അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്പേംസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഗ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എഗ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി സീഡഡ് പ്ലാന്റ്സിൽ non-motile male gametes are carried to female gamete by pollen tubes. The non-motile male gametes are carried to female gamete by pollen tube. അപ്പോൾ ഈ സീഡഡ് പ്ലാന്റ്സിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് നോൺ മോട്ടയിലാണ്. അത് സ്റ്റിഗ്മയിൽ വന്നിട്ട് അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങും. വളർന്ന് താഴേക്ക് പോളൻ ട്യൂബായിട്ട് വളരുകയും അതിനകത്താണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നത്. അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ആ മെയിൽ ഗാമേറ്റ് താഴെ ഓവറിയിൽ വന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്.
അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റാണ് കഴിഞ്ഞത്. ഇനി അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. In organisms with external fertilization, zygote is formed in the external medium, whereas those exhibiting internal fertilization, zygote is formed inside the body of organism. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സൈഗോട്ടും, രണ്ടാമത്തത് എംബ്രിയോജെനിസിസും. അറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇൻ ഓർഗാനിസം വിത്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, zygote is formed in the external medium, whereas in those exhibiting internal fertilization, zygote is formed inside the body of organism. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ജീവികളിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. ദറ്റ് ഈസ് യൂഷ്വലി ഇൻ വാട്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞു അക്വാട്ടിക് പ്ലാന്റ്സിലും അനിമൽസിലും എക്സ്റ്റേണൽ മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ സൈഗോട്ട് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും? വാട്ടറിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ജീവികളിൽ സൈഗോട്ട് ബോഡിക്കുള്ളിലാണ്, ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. യൂണിസെല്ലാർ ഡിപ്ലോയിഡ് സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ സിംഗമി ഈസ് കാൾഡ് സൈഗോട്ട്. ഇനി എന്താണ് സൈഗോട്ട് എന്ന് ചോദിച്ചാൽ, യൂണിസെല്ലാർ ഡിപ്ലോയിഡ് സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ സിംഗമി ഈസ് കാൾഡ് zygote. The development of zygote depends on the type of life cycle and environment. In organisms belongs to fungi and algae, zygote develops a thick wall that is resistant to desiccation and damage. It undergoes a period of rest before germination. In all other organisms, zygote divides mitotically to form an embryo. അതായത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് എൻവയോൺമെൻറ്റ്. ഓരോ ജീവികളിലും സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് ആ ജീവിയുടെ ലൈഫ് സൈക്കിൾ പിന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റ് അതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇൻ ഓർഗാനിസംസ് ബിലോങ്സ് ടു ഫഞ്ചൈ ആൻഡ് ആൽഗെ, സൈഗോട്ട് ഡെവലപ്സ് എ തിക്ക് വാൾ ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ്. ഇപ്പോൾ ആൽഗകളിലും ഫംഗസുകളിലും ഒക്കെ ഉണ്ടാകുന്ന സൈഗോട്ട് അതിന് ചുറ്റിലും ഒരു തിക്ക് വാൾ ഡെവലപ്പ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഡീകേ അല്ലെങ്കിൽ ഡാമേജ് ഇതിനെയൊക്കെ തടയാൻ ശേഷിയുള്ള ഒരു തിക്ക് വാൾ. അപ്പോൾ എത്ര നാൾ വേണേലും ഇത് മണ്ണിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല. അപ്പോൾ ഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും. ഇറ്റ് അണ്ടർഗോസ് എ പീരിയഡ് ഓഫ് റെസ്റ്റ് ബിഫോർ ജെർമിനേഷൻ. അപ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ നാളിങ്ങനെ ഒരു റെസ്റ്റിംഗ് പീരിയഡ്, ആ പീരിയഡിൽ ഇതിന് നാശമൊന്നും സംഭവിക്കത്തില്ല. ഇൻ ആൾ അതർ ഓർഗാനിസം സൈഗോട്ട് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ടു ഫോം ആൻഡ് എംബ്രിയോ. ഇനി മറ്റുള്ള ജീവികളിൽ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, മൈറ്റോസിസിന് വിധേയമായിട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഇനി അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എംബ്രിയോജെനിസിസ് ആണ്. എംബ്രിയോജെനിസിസ് അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരുവേ. Embryogenesis refers to the process of development of embryo from zygote. During embryogenesis, zygote undergoes cell division, that is mitosis and cell differentiation. ഇപ്പോൾ എംബ്രിയോജെനിസിസ് എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്. നേരത്തെ സൈഗോട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സൈഗോട്ട് മൈറ്റോസിസിന് വിധേയമായി എംബ്രിയോ ആയിട്ട് മാറും.
ആ പ്രോസസ്സ് അതിനെയാണ് എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. ഡ്യൂറിങ് എംബ്രിയോജെനിസിസ് സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ. എംബ്രിയോജെനിസിസിൻ്റെ സമയത്ത് സൈഗോട്ട് മൈറ്റോസിസിന് വിധേയമാവുന്നു, അതായത് സെൽ ഡിവിഷന് വിധേയമാവുന്നു. അതുപോലെ സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിവിഷൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ഓർഗൻസ്. സെൽ ഡിവിഷൻ്റെ ഫലമായിട്ട് സെല്ലിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ സെൽ ഡിഫറൻഷിയേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ഓർഗൻസ്. ഇനി animals are categorized into oviparous and viviparous based on whether the development of zygote takes place outside the body of female parent or inside. That is, whether they lay fertilized or unfertilized egg or give birth to young ones. അതായത് അനിമൽസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് മുട്ടയിടുന്ന ജീവികളെന്നും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവ എന്നും. Animals are categorized into oviparous and viviparous based on whether the development of the zygote takes place outside the body of female parent or inside. That is, whether they lay fertilized or unfertilized eggs or give birth to young ones. അപ്പോൾ മുട്ടയിടുന്നവയെന്നും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവ എന്നും രണ്ടായി തിരിക്കാം. മുട്ടയിടുന്ന ജീവികളെ നമ്മൾ ഓവിപാരസ് അനിമൽസ് എന്നും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളെ വിവിപാരസ് അനിമൽസ് എന്നും പറയും. അപ്പോൾ മുട്ടയിടുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എഗ് എന്ന് പറയുന്നത് അത് ഫെർട്ടിലൈസ്ഡ് ആവാം അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് ആവാം. ഇനി ഇൻ ഓവിപാരസ് അനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ആനിമൽസ്, the fertilized eggs covered by a hard calcareous shell are laid in a safe place in the environment. ഇപ്പോൾ മുട്ടയിടുന്ന ജീവികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ ഓവിപാരസ് അനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, നേരത്തെ ആനിമൽസ് എന്നാണ് പറഞ്ഞത്, സോറി. ഇൻ ഓവിപാരസ് അനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, സാധാരണ ഉരകങ്ങളും പക്ഷികളുമാണ് മുട്ടയിടുന്നത്. അപ്പോൾ അവയുടെ മുട്ടകൾക്ക് നല്ലൊരു കവറിങ് ഉണ്ടാവും, അതായത് കാൽക്കേരിയസ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു ഷെല്ലുണ്ടാവും. അത് പക്ഷികളാകുമ്പോഴത്തേക്ക് മരത്തിലോ മരപ്പൊത്തിലോ ഒക്കെയാണ് കൂടുണ്ടാക്കിയിട്ട് മുട്ടയിടുന്നത്, അറിയാലോ. പിന്നെ ചില ഉരകങ്ങളെന്ന് പറയുമ്പോൾ പാമ്പൊക്കെ ഇങ്ങനെ മാളം ഉണ്ടാക്കി അതിനകത്തൊക്കെയാണ് മുട്ടയിടുന്നത്. പിന്നെ ചില പക്ഷികൾ വെറുതെ മണ്ണിൽ ഇങ്ങനെ തറ കുഴിച്ചിട്ട് അവിടെ മുട്ടയിട്ട് വയ്ക്കുന്നവയും ഉണ്ട്. ഇനി ഈ മുട്ടകൾക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു ഹാച്ചിങ് പീരിയഡ് ഉണ്ട്. ഇത്ര ദിവസം കൊണ്ടാണ്. ഇപ്പോൾ കോഴിയുടെയൊക്കെ മുട്ട അട വയ്ക്കുന്നത് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല. 21 ദിവസം, 28 21 ദിവസമാണ് കോഴിമുട്ട വിരിയാനുള്ള, 28 താറാവിനാണ്. അപ്പോൾ അങ്ങനെ ഓരോ ജീവികളുടെ മുട്ട വിരിയാനും ഓരോ പ്രത്യേക സമയമുണ്ട്, ഒരു ഇൻക്യുബേഷൻ പീരിയഡ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇനി ഇൻ വിവിപാരസ് ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്, അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളെയാണ് നമ്മൾ വിവിപാരസ് അനിമൽസ് എന്ന് പറയുന്നത്. ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു യങ് വൺ ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് സൈഗോട്ട് എംബ്രിയോ ആവുന്നു. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത് ഫീമെയിലിൻ്റെ ബോഡിക്ക് അകത്ത് വെച്ച് തന്നെയാണ്. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൻ പീരിയഡ് ഓഫ് ഗ്രോത്ത് ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. അപ്പോൾ ഒരു പ്രത്യേക വളർച്ച എത്തുന്നത് വരെ, ഒരു നിശ്ചിത വളർച്ച എത്തുന്നത് വരെ ഇത് ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് തന്നെ ആയിരിക്കും. ആ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഇത് ഫീമെയിൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. Because of the proper embryonic care and protection, chances of survival of young one is greater in viviparous organisms. അപ്പോൾ ഫീമെയിലിൻ്റെ ബോഡിക്ക് അകത്ത് തന്നെ വളർച്ച പൂർത്തിയായി
പുറത്തു വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ജീവികളിൽ, അതായത് വിവിപാരസ് ഓർഗാനിസങ്ങളിൽ യങ് വൺസിൻ്റെ സർവൈവൽ ചാൻസ് കൂടുതലാണ്. അവയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവയ്ക്ക് നശിച്ചു പോകാതെ സംരക്ഷിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഓവിപാരസിൻ്റെ കാര്യത്തിൽ, ഓവിപാരസ് എന്ന് പറയുമ്പോൾ അത് എൻവയോൺമെൻറ്റിൽ എവിടെയെങ്കിലും ആണ് മുട്ടയിടുന്നത്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സർവൈവൽ എന്ന് പറയുന്നത് ചാൻസ് കുറവാണ്, സർവൈവൽ ചാൻസ് കുറവാണ്. ചിലപ്പോൾ പക്ഷികളുടെയൊക്കെ മുട്ടയൊക്കെ മരത്തിൽ കൂട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് അതുപോലുള്ള ജീവികളൊക്കെ കയറി തിന്നിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ ആ സർവൈവൽ ചാൻസ് ഓവിപാരസ് അനിമൽസിൽ കുറവാണ്. എന്നാൽ വിവിപാരസിൽ സർവൈവൽ ചാൻസ് കൂടുതലാണ്. എന്താണ് കാരണം? ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ the chances of survival of young one is greater in viviparous organisms. അതൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് കേട്ടോ. ഇനി ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. പ്ലാന്റ്സിൻ്റെ കാര്യം കൂടി പറയുമ്പോൾ തീരും. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ. പ്ലാന്റ്സിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഓവ്യൂളിനകത്താണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് ഓഫ് ദ ഫ്ലവർ വിതർ ആൻഡ് ഫാൾ ഓഫ്. അറിയാലോ, ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞ് അതിനകത്ത് പോളിനേഷൻ നടന്നു കഴിഞ്ഞു. പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ പൂവിൻ്റെ ഇതളുകളും ഒക്കെ പൊഴിഞ്ഞു പോകും. പിസ്റ്റിൽ മാത്രമായിരിക്കും അവിടെ നിൽക്കുന്നത്, അല്ലേ? ബാക്കി എല്ലാ ഭാഗവും മിക്കവാറും പൊഴിഞ്ഞു പോകും. ദ സൈഗോട്ട് ഡെവലപ്സ് ടു എംബ്രിയോ ആൻഡ് ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു സീഡ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആ സ്റ്റൈലിലൂടെ പോളൻ ഗ്രെയിൻ ഇവിടെ അറ്റാച്ച് ചെയ്യുക, സ്റ്റിഗ്മയിൽ അറ്റാച്ച് ചെയ്യുക. അത് അവിടെ ഇരുന്ന് സ്റ്റൈലിനകത്തൂടെ പോളൻ ട്യൂബായിട്ട് ഓവറിക്കകത്ത് വരും. ആ പോളൻ ട്യൂബിനകത്ത് മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവും. മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഉണ്ടാവും. ഓവ്യൂൾസ് എന്തായിട്ട് മാറും? ഓവ്യൂൾസ് ഡെവലപ്സ് ഇൻറ്റു സീഡ്. ഓവറി ഡെവലപ്സ് ഇൻറ്റു ഫ്രൂട്ട്. ഓവറി ഫ്രൂട്ടായും ഓവ്യൂൾസ് സീഡായും മാറും. which develops a thick wall called pericarp that is a protective in function. ഇനി ഫ്രൂട്ടിന് ചുറ്റിലും ഒരു തിക്ക് വാൾ ഫോം ചെയ്യും, അതിനെ പെരികാർപ്പ് എന്ന് പറയും. ആഫ്റ്റർ ഡിസ്പേഴ്സൽ സീഡ്സ് ജെർമിനേറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ പാകമാവുമ്പോൾ, വിത്ത് പാകമാവുമ്പോൾ സീഡ് പുറത്തു വരികയും ഈ സീഡ് അനുകൂലമായ സാഹചര്യത്തിൽ വീണ്ടും വളർന്ന് പുതിയൊരു ചെടിയായി മാറുകയും ചെയ്യും. അപ്പോൾ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻറ്റു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾസ് മെച്ചുർ ഇൻറ്റു സീഡ്സ്. Then after dispersal seeds germinate under favorable conditions to produce new plants. പുതിയ ചെടിയായി മാറുന്നു. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. നോട്ട്സ് കൂടെ ഞാൻ ഇട്ടേക്കാം, അത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ, ചോദിക്കാതിരിക്കരുത് കേട്ടോ. ഓക്കെ.